للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനത്തിൽ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട്, സ്ത്രീകൾക്കും ഓഹരിയുണ്ട്. ആ ധനം കുറച്ചാകട്ടെ കൂടുതലാകട്ടെ അത് നിർണയിക്കപ്പെട്ട ഓഹരിയാകുന്നു. ഖുർആൻ സൂക്തം 4 വചനം 7. ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ ലോഞ്ചിങ് പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നവസാങ്കേതിക വിദ്യകളെ ഇസ്ലാമിക പഠനത്തിനും പ്രബോധനത്തിനും ഉപയോഗപ്പെടുത്തി മലയാളികളുടെ ഇസ്ലാമിക റഫറൻസായി മാറിയ ഇസ്ലാം കവാടം പുതിയൊരു കാൽവെപ്പിലേക്ക് കടക്കുകയാണ്. മലയാളത്തിലെ പ്രഥമ സംരംഭമായ ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ വായനക്കാർക്ക് വേണ്ടി ഇന്നിവിടെ സമർപ്പിക്കപ്പെടുകയാണ്. ഇസ്ലാമിക പഠന പ്രബോധന രംഗത്ത് പുതുമയുടെയും ആധികാരികതയുടെയും അവലംബമായി മാറിയ ഇസ്ലാം കവാടത്തെ പരിചയപ്പെടാം. നിത്യജീവിതത്തിൽ ഇസ്ലാമികമായ വിഷയങ്ങളിൽ ധാരാളം സംശയങ്ങൾ അഭിമുഖീകരിക്കാറുള്ളവരാണ് നമ്മൾ. ഉത്തരങ്ങൾ തേടി എളുപ്പം ഇന്റർനെറ്റിനെയോ യൂട്യൂബിനെയോ അവലംബിക്കുകയാണ് മിക്കവരുടെയും പതിവ്. വളരെ ചുരുങ്ങിയ ആളുകൾ മതപണ്ഡിതന്മാരിലേക്ക് മടങ്ങും. സംശയങ്ങൾക്ക് ഉടനടി ഉത്തരം നൽകുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ഇസ്ലാമിക വിഷയങ്ങളിലുള്ള സംശയങ്ങൾക്കും ഉടനടി പരിഹാരം ഏവരും ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഇസ്ലാം വിമർശനത്തിനും ഇസ്ലാമിക പഠനത്തിനും ധാരാളം ആളുകൾ ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നുമുണ്ട്. ഇസ്ലാം പഠനത്തിനും സംശയ ദൂരീകരണത്തിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്നവർക്ക് ആധികാരികവും ലളിതവും സമഗ്രവുമായ ഉത്തരങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറിയാണ് ഇസ്ലാം കവാടം. ഇസ്ലാം സംബന്ധിച്ച 3000-ലധികം വിഷയങ്ങൾ പ്രമാണബദ്ധമായി അവതരിപ്പിക്കുന്നതാണ് ഇസ്ലാം കവാടത്തിന്റെ ഉള്ളടക്കം. 12 ഐക്കണുകൾക്ക് കീഴിലായി അള്ളാഹു, മലക്കുകൾ, പ്രവാചകന്മാർ, വേദഗ്രന്ഥങ്ങൾ, പരലോകം, വിധി, ഷഹാദത്ത്, നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഖുർആനും ശാസ്ത്രവും, ഹദീസുകൾ, സ്ഥാപനങ്ങൾ, വ്യക്തി, കുടുംബം, വിവാഹം, ലൈംഗിക കർമ്മശാസ്ത്രം, സമൂഹം, രാഷ്ട്രം, സമ്പത്ത്, അനന്തരാവകാശം, പ്രപഞ്ചം, മനുഷ്യൻ, മുഹമ്മദ് നബി, സ്വഹാബികൾ, താബിയുകൾ, പണ്ഡിതർ, തത്വചിന്തകർ, ശാസ്ത്രജ്ഞന്മാർ, ഭരണകൂടങ്ങൾ, സ്വാതന്ത്ര്യ സമര പോരാളികൾ, പ്രസ്ഥാനങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ, മതങ്ങൾ, ഫെമിനിസം, സ്ത്രീരത്നങ്ങൾ തുടങ്ങി 3000-ലേറെ വിഷയങ്ങൾ നിലവിലുണ്ട്. ഇവയെല്ലാം വിഷയാസ്പദമായും അക്ഷരക്രമത്തിലും പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ വായനക്കാർക്ക് സെർച്ച് ചെയ്തുകൊണ്ടും ഈ വിഷയങ്ങളിലേക്ക് എത്തുവാൻ കഴിയും. മുഴുവൻ ലേഖനങ്ങൾക്കും ഗവേഷണാത്മക രീതിയിൽ കൃത്യമായ റഫറൻസുകൾ ഇസ്ലാം കവാടത്തിന്റെ പ്രത്യേകതയാണ്. വിഷയ വിവരണങ്ങൾക്ക് പുറമെ മലയാളത്തിലെ ആദ്യത്തെ സക്കാത്ത് കാൽക്കുലേറ്റർ, നമസ്കാര സമയം, നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, ഇസ്ലാമിക് ക്വിസ്, വീഡിയോകൾ എന്നീ സംവിധാനങ്ങളും ഉപയോക്താക്കൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. തീർത്തും സൗജന്യമായാണ് ഇസ്ലാം കവാടം ഈ സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത് എന്നത് എടുത്തു പറയേണ്ടതാണ്. വായനക്കാർക്ക് എളുപ്പത്തിൽ ലേഖനങ്ങൾ കണ്ടെത്തുവാനും വായിക്കുവാനുമെല്ലാം നൂതനവും വ്യവസ്ഥാപിതവുമായ സംവിധാനങ്ങൾ ഇസ്ലാം കവാടം തയ്യാറാക്കിയിട്ടുണ്ട്. ലേഖനങ്ങളെല്ലാം അതാത് വിഷയങ്ങളിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ രചിച്ചതാണ്. ഇംഗ്ലീഷ്, മലയാളം, മംഗ്ലീഷ് എന്നിവയിലൊക്കെ സെർച്ച് ചെയ്ത് വായനക്കാർക്ക് വിഷയങ്ങൾ കണ്ടെത്തുവാനാകും. കൂടാതെ മുഴുവൻ വിഷയങ്ങളും അക്ഷരമാലാക്രമത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വായനയ്ക്കിടയിൽ പ്രധാനപ്പെട്ട പദങ്ങളിൽ നിന്ന് അവ സംബന്ധിച്ച ലേഖനങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും എത്തിച്ചേരാനുള്ള സൗകര്യവുമുണ്ട്. ഇതിലുപരിയായി വിഷയങ്ങളെ കൂടുതൽ പഠിക്കുവാൻ അവയുമായി ബന്ധപ്പെട്ട മറ്റു ലിങ്കുകൾ, വീഡിയോകൾ എന്നിവയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഖുർആൻ, ഹദീസ്, മറ്റ് ഉദ്ധരണികൾ എന്നിവയ്ക്കെല്ലാം പൂർണ്ണമായ റഫറൻസ് നൽകിയുള്ള കവാടത്തിന്റെ അവതാരണ രീതി മലയാളത്തിലെ ഇസ്ലാമിക വെബ്സൈറ്റുകൾ ഇദംപ്രഥമാണ്. 2021 പ്രവർത്തനം ആരംഭിച്ച ശേഷം പുതിയ മേഖലകളിലേക്ക് കവാടം കടന്നു ചെന്നു. ഇതിന്റെ ഭാഗമായി മലയാളത്തിലെ ആദ്യത്തെ സക്കാത്ത് കാൽക്കുലേറ്റിംഗ് വെബ് പേജും ആദ്യത്തെ അനന്തരാവകാശ കാൽക്കുലേറ്ററും ലോഞ്ച് ചെയ്തു. ആനുകാലിക വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകളുമായി വായനക്കാരിലേക്ക് സമയാസമയം വൈജ്ഞാനിക പ്രഭ പകരാനും വ്യത്യസ്ത വിഷയങ്ങളിലെ വിവിധ വീക്ഷണങ്ങളെ അവലോകനം ചെയ്യാൻ അവസരമൊരുക്കുവാനും കവാടത്തിന് കഴിഞ്ഞു. 4 വർഷം പിന്നിടുമ്പോൾ
15 രാജ്യങ്ങളിലെ 50ഓളം നഗരങ്ങളിൽ നിന്നായി 5 ലക്ഷത്തിലധികം വായനക്കാരിലേക്കെത്താൻ ഇസ്ലാം കവാടത്തിന് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. വർത്തമാനത്തിന്റെ സഞ്ചാരത്തെ സസൂക്ഷ്മം വീക്ഷിച്ച് ഭാവിയിലേക്ക് വേണ്ട വിഭവങ്ങൾ തയ്യാറാക്കുന്നതിലും ഇസ്ലാം കവാടം ഒട്ടും പിറകിലല്ല. ഇസ്ലാം കവാടത്തിന്റെ സമ്പൂർണ്ണ ഇംഗ്ലീഷ്, അറബി, ഉറുദു പതിപ്പുകൾ, ഉപയോക്തൃ സൗഹൃദവും ഗവേഷണാത്മകവുമായ വെബ്സൈറ്റ്, സവിശേഷ വിഷയങ്ങളിൽ ഗവേഷണാത്മകമായ പുസ്തകങ്ങൾ, ഇസ്ലാമിക ജീവിതം കൂടുതൽ എളുപ്പമാക്കാനുതകുന്ന മൊബൈൽ ആപ്പുകൾ എന്നിവയും കവാടത്തിന്റെ പണിപ്പുരയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പുതിയ ചിന്തകളും പദ്ധതികളും രൂപകൽപ്പന ചെയ്ത് മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരുടെയും സഹകരണ സഹായങ്ങളും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഇസ്ലാം കവാടം ആഗ്രഹിക്കുകയാണ്. ഇസ്ലാം കവാടത്തെ ചേർത്ത് നിർത്തുമല്ലോ. അനിതരമായ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ഭാഗമാണ് ദായക്രമം. ഒരു വ്യക്തി തന്റെ ജീവിതകാലത്ത് നടത്തുന്ന സമ്പാദന, വിതരണ, വിനിമയ മര്യാദകളെല്ലാം ഇസ്ലാമിക നിയമത്തിലുണ്ട്. തന്റെ സമ്പത്ത് പിൻതലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കാനും അനുവാദമുണ്ട്, സ്വാതന്ത്ര്യവും. അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരാൾ മരണപ്പെട്ടാൽ അയാൾ വിട്ടേച്ചു പോയ ധനം എന്തു ചെയ്യണമെന്ന കൃത്യമായ നിയമങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നു. അതാണ് അനന്തരാവകാശ നിയമം. ഇസ്ലാമിന്റെ ദായക്രമത്തിന് കിടപിടിക്കാവുന്ന ഒന്ന് മറ്റൊരു മതത്തിലും ദർശനത്തിലുമില്ല. മുസ്ലിം സമൂഹത്തിനിടയിൽ പല വിഷയങ്ങളിലും ഭിന്ന വീക്ഷണങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ വീക്ഷണ വ്യത്യാസം ഒട്ടുമില്ലാത്ത ഒരു ഭാഗമാണ് ദായക്രമ നിയമം. അവകാശികൾ, അവകാശം, ഓഹരിക്രമം തുടങ്ങി അതിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ബൃഹത്തായ വിജ്ഞാന ശാഖയാണ് അനന്തരാവകാശ നിയമം. അനന്തര സ്വത്ത് ഭാഗം വയ്ക്കുന്നതിലെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും സാധാരണക്കാരെ സംബന്ധിച്ച് പ്രയാസമുള്ളതായിരിക്കാം. ഈ പ്രതിസന്ധിക്കാണ് ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ പരിഹാരമാകുന്നത്. അന്താരാഷ്ട്ര മുസ്ലിം പണ്ഡിത സഭയുടെ അധ്യക്ഷനും പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനുമായ ഷെയ്ഖ് അലി മുഹിയുദ്ദീൻ അൽ ഗർദാഗി ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ ലോഞ്ച് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. അതിനായി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബതു ലിൽ മുത്തഖീൻ والصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه ومن تبع هداه إلى يوم الدين. إخوتي وأخواتي، سلام الله عليكم ورحمته وبركاته. لا يخفى علينا أن موقع بوابة الإسلام من المواقع المتميزة المباركة باللغة المليبارية التي تقدم نصرة حقيقية للإسلام من خلال توضيح المبادئ العظيمة لهذا الدين الحنيف، وكذلك بيان سيرة الحبيب المصطفى صلى الله عليه وسلم، وأنه كما وصفه الله سبحانه وتعالى: وإنك لعلى خلق عظيم. هذا الموقع يهتم بالإسلام بصورة عامة وبتقديم الرسول صلى الله عليه وسلم بصورة خاصة، وقد نجح الموقع بفضل الله سبحانه وتعالى، ونتمنى لهذا الموقع المزيد من التوفيق لخدمة الإسلام ونشر الإسلام ودعوة الإسلام. فنحن جميعا مكلفون شرعا بتبليغ الإسلام. بلغوا عني ولو آية. ليس هناك شخص يكون غير مكلف بالتبليغ، فكل بقدره. واليوم في ظل هذه التقنيات الجديدة والمواقع الجديدة يجب علينا أن نستثمر هذه المواقع، والحمد لله اليوم نرى بوابة الإسلام يقوم بعمله. وقد قام هذا الموقع أيضا ببعض الخدمات الجليلة للناطقين باللغة المليبارية. قدم قبل سنة مشروع حسبة الزكاة بصورة دقيقة ومفصلة حسب ما يريده الشخص، بحيث يبين الموقع أو الحاسبة كيفية الزكاة ونسبة الزكاة ومقدار الزكاة. وهذه خدمة عظيمة لأهم ركن من أركان الإسلام بعد الإيمان،
وهو ركن الزكاة، وهو الركن التكافلي في الإسلام. وبهذا الركن يتحقق الإيمان الحقيقي وتتحقق الأخوة الإيمانية، فإن تابوا وأقاموا الصلاة وآتوا الزكاة فإخوانكم في الدين. واليوم بفضل الله تعالى يتقدم الموقع لتقديم خدمة أخرى للناطقين بهذه اللغة المليبارية، وهي خدمة حسبة الفرائض والمواريث، وهي قضية مهمة جدا، وهي كما قال النبي صلى الله عليه وسلم من أوائل ما ترفع ولا تبقى على الأرض. وبالتالي خدمة هذا المشروع خدمة عظيمة للإسلام من جانب، وخدمة عظيمة أيضا للجالية وكذلك للناطقين باللغة المليبارية، بحيث إذا مات منهم أحد لا يكون عندهم إشكاليات كبيرة، يستطيعون بمنتهى السهولة أن يبينوا الورثة ويبينوا علاقة الورثة بالميت، وعندئذ تظهر النتيجة نسبة كل إنسان، ثم بعد ذلك حصة كل إنسان، بل أكثر من ذلك مقدار المال الذي يجب أو يصل إلى هذا الوارث. فبارك الله في إخواننا الذين يخدمون هذا الموقع بهذه الخدمات الجليلة، والسلام عليكم ورحمة الله وبركاته. ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ. നവസാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും അവസരമൊരുക്കുന്ന മലയാളത്തിലെ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറിയാണ് ഇസ്ലാം കവാടം. 2021 മുതൽ മലയാളത്തിലെ ഇസ്ലാമിക റഫറൻസായി കവാടം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിനെ ആധികാരികമായും ലളിതമായും പരിചയപ്പെടുത്തുന്നതോടൊപ്പം വായനക്കാർക്ക് ഇസ്ലാമിക മേഖലയിൽ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ സമ്മാനിക്കുവാനും കവാടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2022 ഇസ്ലാം കവാടം പുറത്തിറക്കിയ സക്കാത്ത് കാൽക്കുലേറ്റർ 10,000 വിശ്വാസികൾക്ക് എളുപ്പത്തിൽ സക്കാത്ത് കണക്ക് കൂട്ടുവാനും നൽകുവാനും സഹായകമായിട്ടുണ്ട്. കർമ്മപാതയിൽ 4 വർഷം പിന്നിടുമ്പോൾ വായനക്കാർക്ക് നവ്യാനുഭവം സമ്മാനിച്ച് ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ പുറത്തിറക്കുകയാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സമ്പത്ത് എന്തു ചെയ്യണം? അവകാശികൾ ആരാണ്? ഓരോ അവകാശിക്കും ലഭിക്കുന്ന സ്വത്ത് എത്ര? എങ്ങനെ സ്വത്ത് ഭാഗിക്കണം? ഇതിനുവേണ്ടി ആരെ സമീപിക്കും? ഇത്തരം അനേകം ചോദ്യങ്ങൾക്ക് കവാടം അനന്തരാവകാശ കാൽക്കുലേറ്റർ പരിഹാരമാവുകയാണ്. വിജ്ഞാനത്തിൻ്റെ പകുതിയാണ് എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച അനന്തരാവകാശ നിയമങ്ങൾ സാധാരണക്കാർക്കും ലളിതമായി കണക്ക് കൂട്ടാൻ കഴിയുന്ന രീതിയിലാണ് കാൽക്കുലേറ്റർ സംവിധാനിച്ചിരിക്കുന്നത്. inheritance.islamkavadam.com എന്ന ലിങ്കിലൂടെ ഇസ്ലാം കവാടം അനന്തരാവകാശ കാൽക്കുലേറ്ററിൽ എത്താവുന്നതാണ്. ലിങ്കിൽ പ്രവേശിച്ചാൽ കാൽക്കുലേറ്ററിനെ കുറിച്ചുള്ള ആമുഖമാണ് വായനക്കാരെ സ്വാഗതം ചെയ്യുക. ആമുഖം വായിച്ച് അടുത്ത പേജിലേക്ക് കടക്കുന്നതോടെ അനന്തരാവകാശ നിയമങ്ങളുടെ അടിസ്ഥാനമായി ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ട ആയത്ത് കാണാം. തുടർന്ന് വരുന്ന തുടങ്ങാം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഉപയോക്താവ് അനന്തരാവകാശ കാൽക്കുലേറ്ററിൽ പ്രവേശിക്കും. മരണപ്പെട്ട വ്യക്തിയാര് എന്നതാണ് പ്രഥമമായി ഉപയോക്താവ് നൽകേണ്ടത്. അതിനനുസരിച്ചാണ് അവകാശികളുടെ ലിസ്റ്റ് തുടർന്നു വരിക. മരണപ്പെട്ടതാര് എന്ന് നൽകിയാൽ അടുത്ത വിൻഡോയിൽ അവകാശികളുടെ ഒരു ലിസ്റ്റ് തെളിഞ്ഞു വരും. മരണപ്പെട്ട വ്യക്തിയുടെ ജീവിക്കുന്ന അവകാശികൾ ആരൊക്കെയെന്ന് കാണിച്ചാൽ ഓരോരുത്തർക്കും ലഭിക്കാവുന്ന ഓഹരികൾ തെളിഞ്ഞു വരുന്ന തരത്തിലാണ് കാൽക്കുലേറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അർഹതയില്ലാത്ത അവകാശികളെ തിരഞ്ഞെടുത്താൽ അവർക്ക് അവകാശം കാണിക്കുന്നതല്ല. ജീവിച്ചിരിക്കുന്ന അവകാശികളെ അടയാളപ്പെടുത്തിയ ശേഷം കണക്ക് കൂട്ടാം എന്ന ബട്ടണിൽ അമർത്തിയാൽ ഓരോരുത്തർക്കുമുള്ള വിഹിതം എത്രയാണെന്ന് മനസ്സിലാക്കാം. മരണപ്പെട്ട വ്യക്തിയുടെ ആസ്തി രൂപയിൽ നൽകിയും അല്ലാതെയും കണക്ക് കൂട്ടാൻ കാൽക്കുലേറ്ററിൽ സംവിധാനമുണ്ട്. ഓഹരികൾ, അവകാശികൾ, വിവിധ മസാലകൾ എന്നിവ അറിയാൻ വേണ്ടി കൂടുതൽ അറിയാം എന്ന ബട്ടൺ അമർത്താവുന്നതാണ്. ഓഹരി ലഭിക്കുന്ന അവകാശികൾ, അവരുടെ എണ്ണം, ഒരാൾക്ക് ലഭിക്കുന്ന ഓഹരി, അവകാശികളുടെ എണ്ണത്തിനനുസരിച്ച് ഒരു വിഭാഗം അവകാശികൾക്ക് ലഭിക്കുന്ന ആകെ ഓഹരി, ലഭിക്കുന്ന ഓഹരിയുടെ ശതമാനം എന്നിവയാണ് റിസൾട്ട് പേജിൽ നൽകിയിട്ടുള്ളത്. തിരിച്ചു പോവുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്
നിലവിൽ നൽകിയ ഓഹരികൾ തിരുത്തി വീണ്ടും കണക്ക് കൂട്ടാൻ കഴിയും. റിസൾട്ട് പേജിലെ ക്ലിയർ ചെയ്യുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഉപയോക്താവിന് പുതിയ കണക്കുകൾ നൽകുവാനും പരിശോധിക്കുവാനും കഴിയും. ലഭിച്ചിട്ടുള്ള റിസൾട്ട് പേജ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുവാനും സേവ് ചെയ്യുവാനും വേണ്ടി പ്രിന്റ് ബട്ടൺ കൂടി റിസൾട്ട് പേജിൽ ഒരുക്കിയിട്ടുണ്ട്. ഖുർആൻ ആയത്തുകളെയും സ്വഹീഹായ ഹദീസുകളെയും അവലംബിച്ച് തയ്യാറാക്കിയ ഈ സംവിധാനം എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇസ്ലാം കവാടത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച് പ്രാർത്ഥനയോടെ കൂടെയുണ്ടാവണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ആവശ്യപ്പെടുകയാണ്. അല്ലാഹുവേ, നീ എത്ര പരിശുദ്ധൻ! നിന്നെ ഞാൻ സ്തുതിക്കുകയും നിനക്ക് ഞാൻ നന്ദി കാണിക്കുകയും ചെയ്യുന്നു. നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എനിക്ക് പുറത്തു തരുവാൻ നിന്നോട് ഞാൻ തേടുകയും നിന്റെ മാർഗത്തിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു.